ചെറുപ്പം മുതലേ നമ്മൾ കേൾക്കാറുള്ള ഒരു കാര്യമാണ്, നല്ലപോലെ പഠിച്ചാലേ നല്ല മാർക്സ് കിട്ടുള്ളൂ, അപ്പോഴേ നല്ല കോളേജിൽ അഡ്മിഷൻ കിട്ടുള്ളൂ, അപ്പോഴേ നല്ല ജോലി കിട്ടി നല്ലപോലെ സമ്പാദിക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ. ഇതൊക്കെ കേട്ട് നമ്മളും ശരി എന്തായാലും പഠിച്ച് നല്ല ജോലി വാങ്ങണം എന്നൊക്കെ ഡിറ്റർമിൻഡ് ആയിട്ട് നാളെ മുതൽ ഫുള്ള് പഠിത്തം തുടങ്ങും എന്നൊക്കെ പ്ലാന് സെറ്റ് ചെയ്യുന്നു. ബട്ട് നാളെ ആവുന്നുണ്ട്, പഠിത്തം മാത്രം നടക്കുന്നില്ല. പഠിക്കണം എന്നൊക്കെ അറിയാമെങ്കിലും നമുക്ക് അത് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. അസൈൻമെന്റ്സ്, സ്റ്റഡീസ്, പ്രോജക്ട്സ് ഇതൊക്കെ പോസ്റ്റ്പോൺ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു. ലാസ്റ്റ് എക്സാം അടുക്കാറാവുമ്പോൾ ടെൻഷൻ ആവുന്നു, എങ്ങനെയെങ്കിലും പാസ്സായാൽ മതി എന്ന് വെച്ച് നെട്ടോട്ടം ഓടുന്നു. ഈ ഒരു സിറ്റുവേഷനിലൂടെയാണ് നിങ്ങൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ നിങ്ങൾ റിയലൈസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്, പഠിക്കണം, ജോലി വാങ്ങണം എന്നൊക്കെ അഡ്വൈസ് തന്നിരുന്ന ആരും എങ്ങനെ ടൈം മാനേജ് ചെയ്യണം, എങ്ങനെ ഫോക്കസ് ചെയ്യണം, എങ്ങനെ പ്രോക്രാസ്റ്റിനേഷൻ സ്റ്റോപ്പ് ചെയ്യണം എന്നൊന്നും പറഞ്ഞു തന്നിരുന്നില്ല. ഇനി ഇതൊക്കെ എവിടെ നിന്ന് പഠിക്കും എന്ന് ഡൗട്ട് ഉണ്ടെങ്കിൽ അതൊക്കെ പറഞ്ഞു തരുന്ന ഒരു ബുക്ക് എസ്പെഷ്യലി ഫോർ സ്റ്റുഡൻസ് ആണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. And the book is Eat That Frog for Students. Hi everyone, this is Annapurni. Book reviews, summaries, recommendations ഒക്കെ പോസ്റ്റ് ചെയ്യുന്ന ചാനലാണിത്. വീഡിയോ യൂസ്ഫുൾ ആയി തോന്നിയാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള അഫിലിയേറ്റ് ലിങ്ക് ക്ലിക്ക് ചെയ്ത് ബുക്ക് വാങ്ങി വായിക്കുക. ഇത് പുസ്തക പരിചയപ്പെടുത്തൽ എന്ന വീഡിയോ സീരീസിന്റെ 3ാമത്തെ എപ്പിസോഡാണ്. അതുകൊണ്ട് തന്നെ അധികം ഡീറ്റെയിൽഡ് അല്ലാതെ ബുക്കിനെ കുറിച്ച് ഹൈ ലെവൽ ആയിട്ടായിരിക്കും ഞാൻ ഷെയർ ചെയ്യുക. ഇൻ കേസ് ബുക്കിന്റെ ഡീറ്റെയിൽഡ് സമ്മറി വേണമെങ്കിൽ ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തേക്കാം. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. So let's start. What this book is about. Eat That Frog for Students ഒരു പ്രൊഡക്ടിവിറ്റി ആൻഡ് ടൈം മാനേജ്മെന്റ് ബുക്കാണ്, എസ്പെഷ്യലി ഫോർ സ്റ്റുഡൻസ്. ഈ ബുക്കിൽ പറയുന്ന മെയിൻ കാര്യമാണ് നമ്മുടെ വലിയ തവള എന്നത് നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടന്റും ഡിഫിക്കൽട്ടും ആയിട്ടുള്ള ടാസ്ക് ആണ്. നമ്മൾ മിക്കപ്പോഴും അതാണ് പ്രോക്രാസ്റ്റിനേറ്റ് ചെയ്യുന്നത്. എല്ലാ ദിവസവും ഫസ്റ്റ് ചെയ്യേണ്ട ടാസ്ക് ഏതാണ്, നമ്മുടെ വലിയ തവള ഏതാണ് എന്ന് കണ്ടുപിടിച്ച് ആക്ഷൻ എടുക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒരു ബുക്കാണ് ഇത്. ഇതല്ലാതെ ഒരു ഡേ എങ്ങനെയാണ് പ്ലാൻ ചെയ്യേണ്ടത്, ടാസ്കുകളൊക്കെ എങ്ങനെയാണ് പ്രയോറിറ്റൈസ് ചെയ്യേണ്ടത്, ഡിസ്ട്രാക്ഷൻ ഒക്കെ എങ്ങനെ ഒഴിവാക്കാം, ഫോക്കസും ഡിസിപ്ലിനും എങ്ങനെ ബിൽഡ് ചെയ്യാം എന്നതിനെ കുറിച്ചുള്ള ഓരോ ടെക്നിക്സും ഷെയർ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഒരു സ്റ്റുഡന്റിന്റെ പെർസ്പെക്റ്റീവിലൂടെയാണ് പറഞ്ഞിട്ടുള്ളത്. ഈ ബുക്ക് എല്ലാ സ്റ്റുഡൻസിനും ഹെൽപ്ഫുൾ ആയിരിക്കും. സ്റ്റഡീസിൽ ഫോക്കസ് ചെയ്യാനും ടൈം മാനേജ് ചെയ്യാനും പ്രോക്രാസ്റ്റിനേഷൻ ഒഴിവാക്കാനും ഒക്കെ സ്ട്രഗിൾ ചെയ്യുന്ന സ്റ്റുഡൻസ് മസ്റ്റ് ആയിട്ട് ഈ ബുക്ക് വായിക്കുക. ഇനി ഈ ബുക്ക് വായിക്കാൻ ടൈം ഇല്ല, ഫോക്കസ് ഇല്ല എന്നൊക്കെ ആണെങ്കിൽ ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള ഈ ബുക്കിന്റെ ഫുൾ ബുക്ക് സമ്മറി കണ്ടു നോക്കുക. ഈ വീഡിയോ ക്ലിക്ക് ചെയ്താൽ മതി. വീഡിയോ യൂസ്ഫുൾ ആയി തോന്നിയാൽ മറ്റു സ്റ്റുഡൻസിന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നമുക്ക് മറ്റൊരു ബുക്ക് റിലേറ്റഡ് വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.